അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസിക്ക് ഇറാൻ അപ്ഡേഷനൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്നും ഇറാൻ ആണവായുധം വികസിപ്പിച്ചെടുക്കുന്ന പദ്ധതികളൊന്നും തന്നെ നടത്തില്ല എന്നും കൊടുത്തിരുന്ന കരാർ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അവർ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തിയെന്നതുമാണ് അമേരിക്കയുടെ വാദഗതികൾ. എന്നാൽ റഷ്യയുടെ ഇടപെടലോടെ ഇറാന് കുറച്ചുകൂടി കരുത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഖമനേയിയെ വധിച്ചു എന്ന് അട്ടഹസിക്കുന്നവർ റഷ്യയുടെ ഈ ഒരു നീക്കം കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. റഷ്യ ഇറാനോടൊപ്പം തന്നെയാണ് ഈ നിർണായക ഘട്ടത്തിൽ. ഒരു കാരണവശാലും ഇറാനെ തള്ളി പറയാൻ റഷ്യ തയ്യാറാകുന്നില്ല. ഇറാന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ചും സുരക്ഷാ സമിതിയിൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടി തന്നെയാണ് റഷ്യ പദ്ധതിയിട്ടിരിക്കുന്നത്. ഫ്രാൻസും ഇതേ രീതിയിലേക്കുള്ള നടപടിയിലേക്ക് പോയാൽ വളരെ വൈകാതെ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചില വെല്ലുവിളികൾ സൃഷ്ടിക്കപ്പെടും. അത് ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി വധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നതകാരിയെയും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തട്ടഹസിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ഇസ്രായേലിന്റെ ഉരുക്ക് കോട്ടകളെ ഭേദിച്ച ഇറാന്റെ മിസൈൽ പരീക്ഷണം അത് വിജയകരമായിരുന്നു. അതായത് ഒട്ടും നനച്ചിരിക്കാതെയുള്ള ഒരു ആക്രമണത്തിൽ ഇറാൻ എല്ലാ രീതിയിലും തകർന്നടിയുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. 12 ദിവസം നീണ്ടുനിന്ന ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, അതിൽ ഇസ്രായേലിന്റെ നേട്ടമല്ല മറിച്ച് കോട്ടമാണ് ഉണ്ടായത്. ഇതുവരെയും എണ്ണിത്തിട്ടപ്പെടുത്താത്ത വലിയ ദുരന്തത്തിന്റെ കണക്കുകൾ, ഇസ്രായേലിന് സമ്മാനിച്ച ദുർദിനങ്ങൾ എത്രത്തോളം ഭീകരമാണ് എന്നോർത്ത് മനസ്സിലാക്കുകയാണ് നെതന്യാഹു. എന്നാൽ ഈ യുദ്ധവെറിയന് ഇന്നോ ഇന്നലെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കാര്യമല്ല, തന്റെ പൊളിറ്റിക്കൽ പാർട്ടിയായ ലിക്വിഡ് പാർട്ടിക്കും തനിക്കും മരണം വരെ അധികാരം കൈയാളാനുള്ള ഒരു അവസരമെന്നത് എപ്പോഴും യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കലാണ്. അതാകുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഒരിക്കലും നീക്കം ചെയ്യപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് അദ്ദേഹം നിരപരാധികളായ മനുഷ്യരെ വീണ്ടും കുത്തി നിറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീനികളെ നിരായുധരും അവരുമായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നു ചൂഷണം ചെയ്യുന്ന ഈ നെറികെട്ട ഭരണാധികാരിക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് വലിയ മറുപടി തന്നെയായിരിക്കുമെന്ന് റഷ്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യൻ എംബസി ഈ കാര്യത്തിൽ ശക്തമായി അപലപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, റഷ്യ ഇറാന് ഈ ദുർഘട നിമിഷം അതിജീവിക്കാൻ കഴിയട്ടെ എന്നൊരു സന്ദേശം കൂടി കൊടുക്കുകയാണ്.